ഇന്നത്തെ എപ്പിസോഡിലെ ചില അടിയൊക്കെ കാണുമ്പോ നമ്മള് പറയാം അത് തന്നെ കൊടുക്കാം അങ്ങനെ തന്നെ എന്ത് രസാന്നറിയാവോ കണ്ടിരിക്കാൻ. അപ്പൊ കണ്ടാലോ. ഈ എപ്പിസോഡിന്റെ തുടക്കത്തില് കഴിഞ്ഞു പോയൊരു സംഭവമാണ് കാണിക്കുന്നത്. കിം തോക്ക് താഴെയിട്, നിന്റെ അച്ഛനാടാ പറയുന്നത് തോക്ക് താഴെയിട്. അങ്ങനൊന്നും അല്ല, ആൾ എയറിലോട്ട് ഷൂട്ട് ചെയ്യാണ്. നിങ്ങൾ എനിക്ക് ഒരുപാട് ഉറപ്പ് വന്നു, ഇതെന്റെ അവസാനത്തെ മിഷനാന്ന് വരെ പറഞ്ഞു. എപ്പോഴും ഇങ്ങനെ തന്നെ പറയുന്നത്. അത് കട്ട് ചെയ്ത് SMD പറയാണ്, നമുക്ക് അവനെ അങ്ങനെ അങ്ങ് വിടാൻ പറ്റത്തില്ല, നോർത്തുകാർ കണ്ടുപിടിച്ചാലോ. ക്യാങ്, നീ മാത്രമാണ് ഇവിടെ ഉള്ളത്, അവിടെ ഇരുന്നേ. നോർത്തിന് ഏറ്റവും ആവശ്യമുള്ള ആളാ, നമുക്ക് അവനെ തിരിച്ചു പറഞ്ഞു വിടാം. അത് വെച്ചൊരു ഡീലും ചെയ്യാം. നമുക്ക് എന്തൊക്കെ അതിൽ നിന്ന് ഉണ്ടാക്കാം. നമുക്ക് അവനെ ഇല്ലാതാക്കിയാലോ. എന്തായാലും അവനെ പുറത്ത് പറഞ്ഞു വിടുന്നത് സേഫ് അല്ല, നമുക്ക് അവനെ തീർക്കാം. അവനെ വിട്ടേരെ. എല്ലാരും നോക്കുവാണ്, അവൻ നമുക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു തന്നിട്ടുണ്ട്. നമ്മൾ എപ്പോഴും പറയും അവസാനത്തെ മിഷനാന്ന്. അവൻ എന്നിട്ടും കൂടെ ഇന്നല്ലേ. നമ്മൾ കുറെ നാളുകൊണ്ട് അവനെ പറ്റിക്കുക. ഇത്രയും നാളും ചെയ്തത് വെച്ച് അവൻ അതിനുള്ള അർഹതയുണ്ട്. പക്ഷെ ഇത് മാത്രമല്ല അവനെ വിടാനുള്ള കാരണം. നമുക്ക് ഒരു നാള് ഇങ്ങനെ കഴിവുള്ള ഒരുത്തനെ ആവശ്യമുണ്ട്. അതുകൊണ്ട് നമുക്ക് അവനെ ജീവനോടെ വേണം. അവനെ കൊണ്ട് എപ്പോഴും ആവശ്യം വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോവാം. എല്ലാരും പോവാണ്. SMD പറയാണ്, ഈ അടുത്ത തീരുമാനം ഒരു ദിവസം നിങ്ങളെ റിഗ്രറ്റ് ചെയ്യും. അത് കട്ട് ചെയ്ത് കിം ഇങ്ങനെ നടന്നു വരികയാണ്. നമ്മുടെ ജിൻജിയോളും തൈക്കൊണ്ടോയി അവിടെ ഉണ്ട്. നോക്ക്, ആരാ വരുന്നത് നോക്ക്. കൺഗ്രാചുലേഷൻ, 66. 6 × 6 36. എടാ അത് 46 പൊട്ടാ. എന്തെന്താ മുഖം ഇങ്ങനെ ഇരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ കൺട്രിയിലെ ഏറ്റവും ഹാപ്പി ആവാനുള്ളത് നീയാ. നിങ്ങൾ എന്താ ഇവിടെ വന്ന്? നിനക്ക് വയ്യേ? നമ്മളെ പിരിച്ചിട്ടതിന്റെ സന്തോഷത്തിലല്ലേ. നമുക്ക് പാർട്ടി ചെയ്യണ്ടേ. ഒരു സൗത്ത് കൊറിയൻ സിറ്റിസൺ ആയതിന് അഭിനന്ദനങ്ങൾ. ആളൊന്ന് നോക്കാണ്, നിന്റെ മൂത്ത ചേട്ടനായിട്ട് ഞാൻ നിനക്ക് ഇത് വാങ്ങിച്ചിട്ടുണ്ട്. ഇന്ന് മോനെ നീ എന്തോ കളിക്കോ? അവനെന്തോ ജയിലിൽ നിന്ന് ഇറങ്ങിയെന്നോ? അത് ജയില് പോലെയാ. ഇന്നത്തിന്നു ആളത് കഴിക്കാണ്. കണ്ട, ഇതാണ് സ്വാതന്ത്ര്യത്തിന്റെ വില. ശരി, എന്നാ പിന്നെ കാണാം എന്ന് പറഞ്ഞ ആള് പോവാണ്. ഇവനിത് എവിടാ പോകുന്നത്? നമുക്ക് പാർട്ടി ചെയ്യണ്ടേ. അടങ്ങിയിരിക്കെ, അവന് മിക്കാറും പാർട്ടി ചെയ്യാനുള്ള മനസ്സൊന്നും കാണൂല. അപ്പൊ നമ്മളോ? പിന്നെ ചെയ്യാതെ നമുക്ക് ആദ്യം പോയി ഉടുപ്പ് മാറ്റാം. നീ പോയി മുടി വെട്ടാ നോക്ക്. ഞാൻ ഇവനെ കൊണ്ട് മടുത്ത്. അത് കട്ട് ചെയ്ത് കിം ആളുടെ വൈഫിന്റെ ഫ്യൂണറൽ ഹാളിൽ നിൽക്കാണ്. എന്നിട്ട് ആള് ഹോസ്പിറ്റലിൽ വന്ന് വെയിറ്റ് ചെയ്യുമ്പോഴാണ് കുട്ടിയും കൊണ്ടുവരുന്നത്. സർ, നിങ്ങളുടെ ഇടത് കൈ വെച്ച് തലയൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ആള് കുഞ്ഞിനെ എടുത്ത് നോക്കാണ്. സാർ, കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? മിഞ്ചി, ഞാൻ വന്നു, നമുക്ക് വീട്ടിൽ പോവാം. ആള് കുഞ്ഞിനെ എടുത്ത് നടക്കാണ്. അത് കട്ട് ചെയ്ത് കഴിഞ്ഞ എപ്പിസോഡ് തീർന്ന ഭാഗമാണ് കാണിക്കുന്നത്. ഇയാളുടെ കഴുത്തിട്ട് മുറുക്കുന്നുണ്ട്. അച്ഛാ അച്ഛാ. മിഞ്ചി, ഞാൻ വന്നു, നമുക്ക് വീട്ടിൽ പോവാം. വന്നേക്ക് നോക്ക്, എല്ലാം കഴിഞ്ഞപ്പോ. ഡാ, ഈ സോക്സിങ് എടുത്തേ. ഞാൻ എന്തിനും എടുക്കണം? ഇവിടേക്കും അയാളെയും ഗൺ പോയിന്റിൽ നിർത്തിയിട്ട് അടുത്ത് നടന്നു വരികയാണ്. ഇവന്മാര് നോക്കി നിൽക്കുന്നുണ്ട്. ആരും അനങ്ങരുത്. വെപ്പൺസ് എല്ലാം താഴെ ഇട്. എല്ലാരും ടാർഗറ്റിൽ ഫോക്കസ് ചെയ്യ്. വെപ്പൺസ് താഴെ ഇട്. ഞാൻ 3 വരെ എണ്ണും. 1. ഇല്ല, വെപ്പൺസ് താഴെ ഇട്. പറയുന്നത് കേക്ക്. 2. പറയുന്നത് കേക്ക്. ടാർഗറ്റിൽ ഫോക്കസ് ചെയ്യ്. ഇവനും വിട്ടുകൊടുക്കുന്ന ലക്ഷണമില്ല. നിങ്ങൾ വൈസ് മിനിസ്റ്റർ ആയിട്ടാണ് വെപ്പൺസ് താഴെയിടാൻ പറയുന്നത്. സർ, ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റത്തില്ല. സാറിന്റെ ജീവനാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അത് എന്റെ ഓർഡറാ. ഞാൻ പറയുന്നത് കേക്ക്. ഇയാളിങ്ങനെ നിൽക്കുവാണ്. എല്ലാരും വെപ്പൺസ് താഴെയിട്. നമ്മുടെ ചീഫാണ് പ്രധാനം. എല്ലാരും വെപ്പൺസ് താഴെ വെക്കാണ്. ഇവനിങ്ങനെ നോക്കി നിൽപ്പുണ്ട്. എന്നിട്ട് ഗൺ എടുക്കുന്നു. ഡാ പച്ചക്കുതിരെ, ഗൺ താഴെയിട്. ഓഹോ, ജിൻജിയോളും അതിൽ ഷൂട്ട് ചെയ്ത് കാണിക്കാണ്. ഇത് ഫേക്ക് അല്ല. അവള് മിഞ്ചി ഒന്ന് നോക്കാണ്. മിഞ്ചി പേടിച്ച് നിൽപ്പുണ്ട്. SMD തോക്ക് താഴെയിടുന്നു. അത് തന്നെ, എല്ലാരും ഇനി സ്ക്വയറിൽ വന്നേക്ക്. നിക്കാൻ എന്ന് പറഞ്ഞ് മണ്ടയിലോട്ട് ഷൂട്ട് ചെയ്യാണ്. എല്ലാരും ഓടി വരുന്നു. SMD അനങ്ങുന്നില്ല. എന്താടാ നിനക്ക്? എന്താ ഈ ഗണ്ണൊന്ന് അവന്റെ നേർക്ക് വെച്ചേ, ഞാനിപ്പ വരാം. അവൻ ഷൂട്ട് ചെയ്യുന്നു. അപ്പൊ മിഞ്ചി ഓടി പോവാണ്. അച്ഛാ. ആളെ വന്ന് കെട്ടിപ്പിടിക്കുന്നു. ആളെ നോക്കുകയാണ്. പേടിക്കണ്ട മിഞ്ചി, ഞാൻ ഇവിടെ ഉണ്ട്. നിന്നെ ഇത്രയും കാത്തിരിപ്പിച്ചതിന് സോറി. പച്ചക്കുതിരെ, ആ സ്ക്വയറിൽ വന്നേക്ക്. ഇവൻ ഒരു കാലം എടുത്തു വെച്ച് ഇപ്പോണ്ട്. ഓ, അഭിമാന പ്രശ്നമല്ലേ? മിഞ്ചി എന്റെ പുറകിലേക്ക് തായിക്കൊണ്ട് ഇത് നോക്കുന്നു. എല്ലാരും ഇങ്ങോട്ട് നോക്കിയേ. ഇത് സാധാരണ ക്ലെയ്മോർ അല്ല. ഇത് സൗണ്ടും അനക്കവും എല്ലാം ശ്രദ്ധിക്കും. എന്റെ ഫേവറേറ്റ് പെറ്റ. ഈ സമയം കിം ഇവനെ ഗൺ പോയിന്റിൽ നിർത്തി മിഞ്ചിയും പുറകിൽ നിർത്തി അങ്ങോട്ട് നടന്നു വരികയാണ്. നിങ്ങൾക്ക് അഥവാ എന്ത് നടക്കണോന്ന് അറിയണോന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് അനങ്ങി നോക്ക്. ടൈമർ സ്റ്റാർട്ട് ചെയ്യുന്നു. നിങ്ങൾ അനങ്ങിയ എന്ത് സംഭവിക്കുമെന്ന് അറിയാലോ. ബാങ്. നമ്മൾ എങ്ങനെ പോവാനാ? വണ്ടി നോക്കുമ്പോ ഒരു പരുവായി കിടക്കാണ്. കാറിന്റെ താക്കോലും നിന്ന് വേഗം ആ കാറിന്റെ താക്കോലും കൊടുക്ക്. മറ്റവൻ കാറിന്റെ കീയറിന്റെ കൊടുക്കാണ്. SMD അവനെ ഒന്ന് നോക്കുന്നു. ഞാൻ ഈ റിമോട്ട് ഓണാക്കും, ടൈമർ തുടങ്ങും. എന്തോ ഒരു കുറവുണ്ടല്ലോ. എല്ലാരും കൈയൊന്ന് പൊക്കി. ഹാൻഡ്സ് അപ്പ്. SMD പാതി കൈ പൊക്കാണ്. ആളുടെ ഈഗോ അതിന് സമ്മതിക്കുന്നില്ല. ഈ ജിൻജിയോളുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ. ഒരു അവസരം കിട്ടിയാൽ പിന്നെ വിടത്തില്ല. അവിടെ നിന്ന് ഗെയിം കളിക്കുകയാണ്. സംവേദ തിരിഞ്ഞു നോക്കുന്നു. ഇവൻ എന്തോ ഈ കാണിക്കുന്നേ. റിമോട്ട് ഓൺ ആക്കാണ്. എല്ലാരും സ്റ്റക്ക്. ഇവന്മാര് രണ്ടുപേരും നടന്നു വന്നു. SMD ഇങ്ങനെ നിക്കാണ്. ദേഷ്യം പോലും കാണിക്കാൻ വയ്യ. ഇവര് കാറും എടുത്തോണ്ട് പോകുന്നു. അകത്തുള്ള സാങ്ങൽ ലോണ്ടറി നോക്കുമ്പോഴാണ് അവരെല്ലാം പറയുന്നത് വെളിയിലോട്ടൊരു കാറ് പോകുന്നുണ്ട്. അത് സൂം ചെയ്യുമ്പോ ഇവരാണ് മനസ്സിലാവാണ്. ഇവര് കാർ ഓടിച്ചു വരുമ്പോ ഇവർ രണ്ടുപേരും മുമ്പിൽ വന്ന് നിൽക്കാണ്. ചാങ് ആ കാറിന്റെ ഗ്ലാസ്സിൽ ഷൂട്ട് ചെയ്യുന്നു. എടാ, നിന്റെ കൂട്ടുകാർക്ക് വിടാനൊരു ലക്ഷണം ഇല്ലല്ലോ. കാർ ഓഫാക്കിയിട്ട് വെളിയിലിറങ്ങ്.
എല്ലാരും ഇറങ്ങാൻ. അവര് പറയുന്നതാണൊക്കെ ചെയ്. കിം അവനെയും പോയിന്റിൽ നിർത്തിയിട്ട് ഇറങ്ങാണ്. അവളെ കിട്ടിക്കഴിഞ്ഞാൽ നീ തന്നെ വരുമെന്നല്ലേ പറഞ്ഞത്? എന്താ വാക്ക് മാറിയോ? ഞാൻ വാക്ക് മാറ്റിയിട്ടില്ല. അവളെ എനിക്ക് ആദ്യം സേഫ് ആക്കണം. ഇതിനെക്കാട്ടിലും സേഫ് ആയിട്ടുള്ള വേറെ സ്ഥലമില്ല. എനിക്കങ്ങനെ തോന്നുന്നില്ല എന്ന് പറഞ്ഞ ആളെ ഷൂട്ട് ചെയ്യാൻ റെഡി ആവുകയാണ്. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ, ഒന്ന് പോ. അവള് സേഫ് ആയി കഴിഞ്ഞാൽ ഞാൻ വരാം. ലോണ്ടറി പതിയെ ഗൺ താക്ക് സാങ്ങയും ഷിയോൺസാൻ യൂണിറ്റ് കമാൻഡറിനെ എന്റെ സ്ഥലത്ത് പറഞ്ഞുവിട് എന്ന് പറഞ്ഞ് എല്ലാരും കൂടെ കാറിൽ കയറുകയാണ്. ഇത്രയും നല്ല കാർ എന്തിനാ ഷൂട്ട് ചെയ്ത? ഷോ എന്റേതല്ല, എന്നാലും സാങ്ങ ലോണ്ടറി നോക്കിയേക്കാണ്. പേടിക്കണ്ട, അവൻ വാക്ക് മാറ്റത്തില്ല. എന്നിട്ട് ഇവരൊരു സ്ഥലത്തെത്തുമ്പോ അത് അടച്ചിട്ടേക്കാണ്. തായ്ക്കൊണ്ടോ ഗൺ പോയിന്റ് ചെയ്ത് വെക്കുന്നു. തുറക്കടാ. എന്നിട്ട് ഈ വൈസ് മിനിസ്റ്ററിനെ കൊണ്ട് കിം വെളിയിലിറങ്ങാണ്. ഇവന്മാരത് തുറന്നു കഴിയുമ്പോ ഇയാളെ ഇവിടെ ഇട്ടിട്ട് അവര് പോന്നു. ഇത്ര നേരത്തെ ഹെൽപ്പിന് നന്ദി. ഇവിടെ കിം കാറിന്റെ അകത്തിരുന്ന് വെളിയിൽ നോക്കുകയാണ്, ഗണ്ണും പോയിന്റ് ചെയ്ത് ആരെങ്കിലും വരുന്നുണ്ടോന്ന്. മിഞ്ചി കിമ്മിനെ നോക്കുന്നു. അച്ഛാ പ്ലീസ്. ആള് നോക്കി നിൽക്കാണ് വെളിയിൽ. ജിഞ്ചിയോളെ കുറച്ച് സ്പീഡിന് ഓടിക്ക്. അച്ഛാ ഡാ കിമ്മെ, മിഞ്ചി നിന്നെ വിളിക്കുന്നേ. ആള് നോക്കാണ് മിഞ്ചി. എന്നിട്ട് ആളെ പതിയെ ആ തോക്കങ്ങ് താത്തു വെക്കുന്നു. എന്തൊറ്റ മോളെ, വേദനിക്കുന്നു? എവിടെ ഇടിച്ചേ? എവിടെ വേദനിക്കുന്ന? പറ. അച്ഛാ എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ കണ്ടിട്ട് അച്ഛനാണല്ലോ കുഴപ്പം. എന്താ ഇത്ര മുറിവുകള്? എനിക്ക് കുഴപ്പമൊന്നുമില്ല. മിഞ്ചി, നിന്റെ അച്ഛന് നേരത്തെ ഇല്ലേ ഒരു വെടി? ജിഞ്ചിയോളെ വിശക്കുന്നുണ്ടായിരിക്കുമല്ലേ, നമുക്ക് വല്ലതും കഴിക്കാം. ജിഞ്ചിയോളെ കുറച്ച് നല്ല ഫുഡ് കണ്ടുപിടി. മിഞ്ചി ചിരിക്കുകയാണ്. അച്ഛൻ എങ്ങനെ ഇപ്പൊ ഫുഡിനെ കുറിച്ച് ആലോചിക്കാൻ പറ്റുന്നേ? എന്റെ അച്ഛനാന്ന് ഒരു സംശയമില്ല. ഞാൻ എപ്പോഴും നിന്റെ അച്ഛനായിരിക്കും. ശരിക്ക് പേടിച്ചാണല്ലേ? അച്ഛൻ താമസിച്ചതിന് സോറി. മതി അച്ഛ എന്ന് പറഞ്ഞ ആളെ കെട്ടിപ്പിടിക്കുകയാണ്. സത്യമായിട്ട് ഞാനാ സോറി പറയണ്ട. ഞാൻ ഈ പ്രശ്നം ഒന്നും വരുമെന്ന് വിചാരിച്ചതല്ല. ഇവിടെ ഇവന്മാർ രണ്ടുപേരും ഇപ്പൊ കരയില്ലാന്ന അവസ്ഥയിലിരിക്കുകയാണ്. അതൊന്നും ഇല്ല മോളെ, ഞാനാ സോറി പറയണ്ടേ. ഇതെന്തോ ഇപ്പൊ കേട്ട സൗണ്ട്? ആരെങ്കിലും വയറ് കരഞ്ഞാണോ? നീ അവസാനം എപ്പോഴാ കഴിച്ചത്? നമുക്ക് പോയി സെലിബ്രേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ SMDയുടെ കാർഡ് എടുക്കുകയാണ്. നിന്നെ കൊണ്ട് എന്താ കുഴപ്പം? ഇല്ല, നമുക്ക് എന്ത് വേണമെങ്കിലും വാങ്ങാലോ. ദോ അവിടെ ഒരു കടയുണ്ട്. ഇവരവിടെ കൊണ്ട് നിർത്താണ്. എനിക്ക് വിശന്നിട്ട് വയ്യേ. അപ്പോഴാണ് അസിസ്റ്റന്റ് അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ദൂരേന്ന്. യുവന്മാർക്കൊക്കെ ഒരു നിമിഷം ഒന്ന് വെറുതെ വിട്ടൂടെ? ഇവര് വന്ന് ഇറങ്ങുന്നു. അസിസ്റ്റന്റിനെ ജൂ വിളിക്കുകയാണ്. യെസ് സാർ. നീ ഫോൺ എടുക്കുന്നില്ലെന്ന് പറഞ്ഞു, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുറച്ചു നേരം മുമ്പേ ആരോ മിഞ്ചി പിടിച്ചോണ്ട് വന്നുണ്ടു. ആ SMDക്കാർ ആ കൊച്ചിനെ എടുത്തു. പക്ഷേ എനിക്കിപ്പോ ക്ലിയർ അല്ല. ഇവിടെ നോക്കിയിട്ട് ആ നടത്തേം ഭാവമൊക്കെ കണ്ടിട്ട് അവളുടെ അച്ഛനാന്നാ തോന്നുന്നത്. അവളുടെ അച്ഛനോ? എനിക്ക് അവരെ കാണണം. ഇതെല്ലാം പെട്ടെന്ന് തീർത്തിട്ട് അവരെ കൊണ്ടുവരാൻ നോക്ക്. ജു ആലോചിക്കുകയാണ്. കിം മുട്ടുകുത്തിയിരുന്നിട്ട് പറയുന്നു, നിങ്ങൾക്ക് ഒരു മോളുണ്ടായോണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. എനിക്കൊന്ന് ക്ഷമിച്ചു തരണം. ഇവിടെ ഇവന്മാരെല്ലാം കാറിൽ പോവാണ്. ഓ എന്ത് ടേസ്റ്റ് ആയിരുന്നു ആ സാധനം. കിം മിഞ്ചി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മതി നോക്കിയത്. മിഞ്ചി ഞങ്ങളിന്ന് അത്രയും തന്നെ നീയും തിന്നല്ലോ. അത് ശരിയാ, 3 അല്ലേ ഒരുമിച്ചെടുത്ത് വായിലിട്ടത്. കിമ്മ് ശരിക്കും പണിയെടുക്കണമല്ലോ. അത് നല്ല ടേസ്റ്റ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ഇനിയും കഴിക്കണമെന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ കഴിക്കാത്ത. അപ്പോ ഇവരുടെ മുമ്പിൽ ഒരു ട്രക്ക് വന്ന് നിൽക്കാണ്. അങ്കിൾ സൂക്ഷിച്ചോട്ടിക്ക്. സൂക്ഷിച്ച് അങ്കിൾ നമുക്ക് ഫുഡ് വാങ്ങിച്ചു തന്നെ. എന്റെ അടുത്ത് എന്തിനാ ദേശിക്കുന്നത്? ഇവന്റെ അടുത്ത് പറ. ഈ ട്രക്ക് എല്ലാം വന്ന സൈഡിലും മുമ്പിലുമായിട്ട് നിൽക്കുന്നുണ്ട്. സൈഡിൽ നിന്ന് ട്രക്കിന്റെ ഡോർ തുറന്ന് ഒരുപാട് ആൾക്കാർ ഇറങ്ങി വരികയാണ്. ഇവരും ഒന്ന് കാറിന്റെ സൈഡിലും ഡോറിലും എല്ലാം ആണിയൊക്കെ അടിച്ച് പൂട്ടി കെട്ടിയിടുന്നുണ്ട്. ഇതെന്താ നടക്കുന്നത്? മിഞ്ചി പേടിക്കണ്ട, ഇവരുടെ കാറ് പൊക്കുന്നു. ഓ നമുക്ക് ഇനിയും പണികൾ ചെയ്യാൻ കിടക്കുന്നല്ലോ. ഇവന്മാരൊന്ന് ഫ്രണ്ടിലെ ട്രക്കിന്റെ ഡോർ തുറക്കുന്നു. ഇവന്മാർക്ക് ടാക്ടിക്സ് അറിയാലോ. ഇവർ SMDയുടെ ആൾക്കാരല്ല. ഇത് തുറക്ക്, നമുക്ക് ഇറങ്ങാം. അടങ്ങിയിരി, മിഞ്ചിയുണ്ട്. ഇവന്മാരെ പൊക്കിയ ട്രക്കിൽ കയറ്റുവാണ്. മിഞ്ചി പേടിക്കണ്ട, നമ്മുടെ കാറ് ശരിയാക്കുന്ന പോലെ ഉള്ളൂ. പേടിക്കണ്ട കേട്ടോ. ഇവന്മാരെന്താ നമ്മളെയോടെ എടുത്ത് വിൽക്കാൻ പോവുക? മിഞ്ചിയെ വീട്ടിലെത്തിക്കാൻ എത്ര പാടെന്താണോ എന്തോ. മിഞ്ചി നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല അച്ഛാ, ഞാൻ അച്ഛന്റെ മോളല്ലേ. ഇവിടെ എല്ലാരും ട്രക്കിൽ കയറി. ഇവരുടെ ട്രക്ക് മാത്രം നേരെ പോയി, ബാക്കി വണ്ടികളൊക്കെ വളഞ്ഞു പോവാണ്. ഇവന്മാരെന്തായി കാണിക്കുന്നത്? നീ എന്തായി ചെയ്യാൻ പോകുന്നത്? ഹീറോ ഇപ്പൊ വേണം വരാൻ. ആളെ ഇറങ്ങുവാണ്. ഓ എന്റെ വയറ് ഫുള്ള് ഫുഡാ, എന്നെ ഒന്ന് തള്ളിക്കേ. ഇങ്ങനെയാണോ ഹീറോ പോന്നെ? ഇവൻ ഞെരുങ്ങി ഇറങ്ങാണ്. വേഗം, എനിക്ക് സമയമില്ല, നിങ്ങൾക്ക് എന്താ ചെയ്യാനുള്ളതെന്ന് വെച്ചെങ്കിൽ വാ. അപ്പോഴാണ് അവിടെ നിന്ന് ഗ്യാസ് വെളി വരുന്നത്. ഇതെന്താ ഇത്? ഓ ഗ്യാസ് ഗ്യാസ് ഗ്യാസ്. പിന്നെ എന്റെ സ്കിന്നൊന്നും നീറുന്നില്ല. ഇത് സ്ലീപ്പിംഗ് ഗ്യാസ് ആണെന്നാ തോന്നുന്നത്. വെയിറ്റ് ചെയ്. തായ്ക്കൊണ്ട് സൺറൂഫ് അങ്ങ് അടയ്ക്കുന്നു. മിഞ്ചി നിനക്ക് കുറച്ച് കഴിഞ്ഞ് ഉറക്കം വരും. പേടിക്കണ്ട, ഞങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഡാ നിന്റെയൊക്കെ വിചാരം എന്തായാലും 1 മാസം ഉറങ്ങാതിരുന്നിട്ടുണ്ട്. അച്ഛാ അപ്പൊ അങ്കിളോ? അങ്കിളിന് കുഴപ്പമൊന്നുമില്ല. ജിഞ്ചിയോൾ ഇങ്ങോട്ട് വരികയാണ്. ഡാ ഹൻസു, ഈ സൺറൂഫ് തുറക്കടാ, ഇവിടെ മിഞ്ചിയുണ്ട്. അതെനിക്കറിയാം, ഇത് തുറക്ക്. എന്റെ പൊന്നെ ഹീറോ കുറച്ചടന്ന് ഉറങ്ങും. ഹൻസു സൺറൂഫ് തുറക്കടാ. ഹൻസു. ആളെ ഞെരുങ്ങി ഉറങ്ങി വീഴുകയാണ്. എന്നിട്ട് ഇവന്മാർ ഈ ട്രക്കും കൊണ്ടുപോയി ഒരു വലിയ സൈറ്റിൽ കൊണ്ട് നിർത്തുകയാണ്. ഞാൻ പറയുന്നു പോയി ഉറപ്പ് വരുത്ത്. ഒരുത്തൻ കയറി വന്ന് നോക്കുന്നു. എല്ലാരും മയക്കത്തിലാണ്. അവരെല്ലാം തീർന്നു സാർ. ശരി, അവളെയും ആ അച്ഛനെയും കൊണ്ടുപോവാ. ബാക്കി 2 പേരെ നശിപ്പിച്ചേരെ. ഇവന്മാരൊന്ന് ഈ ട്രക്ക് തുറക്കുന്നു.
അതിന്ന് ഗ്യാസ് ഇങ്ങനെ വെളി വരികയാണ്. പെട്ടെന്നാണ് കാർ ഓണായി അങ്ങ് റിവേഴ്സ് എടുത്ത് ഓടുകയാണ്. വളച്ചെടുക്കുന്ന കിം ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. ഈ സൗണ്ട് കേട്ട് ഞാൻ ഒന്ന് തിരിയുന്നുണ്ട്. ഇവൻ റിവേഴ്സ് എടുത്ത് കൊണ്ട് നിർത്തുന്നു. ഞാൻ ട്രക്കിൽ നിന്ന് ഇറങ്ങുവാണ്. ഇവന്മാര് ചവിട്ടി തുറന്നിറങ്ങുന്നു. അത് ശരിക്കും വർക്കായി. ഞാൻ വന്ന് നോക്കുന്നു. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോ നല്ല ദേഷ്യം വരുന്നുണ്ട്. ഇവന്മാരടിക്കാൻ തുടങ്ങുകയാണ്. രണ്ടുപേരും ഒരു പൊടിക്ക് വിടുന്നില്ല. ആൾക്കാർ വരുന്നു, അവനെ അടിച്ചിടുന്നു, അവനെ കൊണ്ട് മറ്റവനെ അടിക്കുന്നു. ആ സമയം ഞാൻ നോക്കുമ്പോഴാണ് കാറിൽ മിഞ്ചിയില്ല. ഇവൻ ട്രക്കിന്റെ അകത്ത് കയറുന്നു. അത് തുറക്ക്. ഇവിടെ ഹൻസും കിമ്മും കൂടെ ആൾക്കാരെ പേപ്പർ പോലെ വലിച്ചെറിയാണ്. ഞാൻ നോക്കുമ്പോ മിഞ്ചിയുടെ കാല് കാണുകയാണ്. അവൻ അങ്ങോട്ട് നടക്കുമ്പോഴാണ് സൺറൂഫ് എന്ന് പറഞ്ഞ ജിൻജിയോള് ചാടി എണീക്കുന്നത്. ഞാൻ ശരിക്കും ഉറങ്ങി. 5 മിനിറ്റ് ഉറങ്ങിന്ന് തോന്നല്ലേ. ഞാനങ്ങ് വയസ്സാവുന്ന കളിച്ച കാര്യമല്ല. കുറച്ച് വെള്ളം ഉണ്ടോ? ഞാൻ ഇങ്ങനെ നിന്ന് തലയിൽ വയറ്റില് മുഖത്ത് ഒറ്റടി. ജിൻജിയോള് തെറിച്ച് വീഴാണ്. ഒന്ന് വെയിറ്റ് ചെയ്യും മോനെ. അപ്പോഴാണ് മിഞ്ചിയെ കാണുന്നത്. ആ മിഞ്ചി, നീ ഇവിടെ ഉണ്ടോ? തണുപ്പല്ലേ? സുഖമായിട്ട് ഉറങ്ങിക്കോട്ടോ. ഞാൻ നിന്നെ ഇപ്പൊ മുഖത്തല്ലേ അടിച്ചത്. ട്രക്ക് വന്ന് മൂവ് ചെയ്യാൻ നോക്ക്. അപ്പോ ഇവരുടെ വണ്ടി അനങ്ങാൻ തുടങ്ങാണ്. നിനക്കൊരു കാര്യം അറിയാവോ? നിനക്ക് സ്പീഡുണ്ട്, പക്ഷെ പവർ ഇല്ല മോനെ. ഞാൻ അടിക്കാൻ വരുമ്പോ അവന്റെ തലയിലിട്ട് കൊടുത്തു, വയറ്റിലിട്ട് കൊടുത്ത്, ചെവിയിൽ രണ്ടും കൂടെ ഒരടി. ബൂം. ഇപ്പൊ നീ പവർ എന്താന്ന് വെച്ചാ അറി എന്ന് പറഞ്ഞു മുഖത്തൊരടി. ഇവിടെ തായ്ക്കൊണ്ടോ എല്ലാണത്തിനെയും ചവിട്ടി മാറി അടിച്ചിടുന്നുണ്ട്. നോക്കുമ്പോ ട്രക്ക് അനങ്ങുന്നു. കിമ്മി ഇങ്ങനെ ഇവിടെ അടിച്ചിട്ട് നോക്കുമ്പോഴാണ് ട്രക്ക് പോകുന്നത്. മിഞ്ചി അങ്ങനെ അങ്ങോട്ട് ഓടി പോകുന്ന വഴിക്കും ഒരുത്തൻ കമ്പ് കൊണ്ട് വരുന്നുണ്ട്. അവനെ ഒറ്റയടിയിൽ ഫ്ലാറ്റ് ആക്കിയിട്ട് ആള് വീണ്ടും പുറകെ പോവാണ്. കിമ്മി ഇതൊക്കെ ഉറുമ്പിനെ തട്ടിക്കളയുന്നതാണ് അവന്മാരെയൊക്കെ ഇടിച്ചിടുന്നത്. മിഞ്ചി എന്ന് പറഞ്ഞ ആള് പുറകിൽ ഓടുകയാണ്. ട്രക്ക് ഒരു വഴിക്കും ആളൊരു വഴിക്കും ഓടുകയാണ്.